വി ഡി സതീശനെ മൂലക്കിരുത്താൻ ചില ആളുകൾ രംഗത്ത് എത്തുമെന്നും വി ഡി സതീശൻ ഒരിക്കലും മുഖ്യമന്ത്രിയാകാൻ പോകുന്നില്ലെന്നുമൊക്കെ ഞാൻ മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ നിങ്ങളിൽ പലരും എന്നെ കമൻറ്റിൽ വന്ന് കോനയടിക്കും, ഇവന് വേറെ പണിയൊന്നുമില്ലേ, പോയി പണിയെടുത്ത് തിന്നട എന്നൊക്കെ പറയുകയും. ഇപ്പോൾ എന്തായി കാര്യങ്ങൾ? കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി കസാരയിലേക്ക് ചരട് വലി തുടങ്ങിക്കഴിഞ്ഞു. ചരട് വലി എന്ന് പറഞ്ഞാൽ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വി ഡി സതീശൻ എന്ന കുട്ടിക്കുരങ്ങിനെ കൊണ്ട് ചൂട് ചോറ് വാരിച്ച് ആഹ്ലാദ നിർവൃതിയിലാണ്ടത് മുഴുവൻ കെ സി വേണുഗോപാലാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് ഉള്ള ദിവസങ്ങൾ എണ്ണി നോക്കുക നിങ്ങൾ. ആ ദിവസങ്ങൾ എണ്ണി നോക്കുമ്പോൾ അതിലെ കൃത്യം ചിത്രം വ്യക്തമാകും. ഈ ചിത്രങ്ങളൊക്കെ മുൻനിർത്തിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞത് കെ സി വേണുഗോപാൽ വി ഡി സതീശനെ അവോയ്ഡ് ചെയ്ത് വി ഡി സതീശനെ ചവിട്ടി പുറത്താക്കി മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്തുമെന്ന്. കാരണം കെ സി വേണുഗോപാലും വി ഡി സതീശനും എന്താണ് ഇരുമയാണെങ്കിലും ഒരൊറ്റ കരള് എന്ന തരത്തിലായിരുന്നു ആ കാലയളവിലൊക്കെ. എന്തിന് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെയും പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ വോട്ട് ചെയ്ത് ബാലറ്റൊക്കെ പെട്ടിയിലാണ്, EVM മെഷീനകത്താണ് വോട്ട്. ആര് ജയിക്കും ആര് തോക്കും എന്നൊക്കെയുള്ള കണക്കുകൾ അറിയണമെങ്കിൽ മെയ് 4-ാം തീയതി ആകണം. എന്നാൽ അതിനു മുമ്പ് തന്നെ കോൺഗ്രസിലെ ചരടുവലിയും മുഖ്യമന്ത്രി ആരാകുമെന്ന തർക്കവും വിതർക്കവും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. കെ സുധാകരൻ ഇതിലെ വലിയൊരു രാസത്വരകമാണ്, കാറ്റലിസ്റ്റ് ഏജന്റാണ്. കെ സുധാകരനെ ചെന്നിത്തലയെ പ്രീണിപ്പിച്ചും ചെന്നിത്തലയെ മുൻനിർത്തിയും ഒക്കെയായിരുന്നു കെ സുധാകരൻ ഇതുവരെ രാഷ്ട്രീയ കളരിയിൽ പയറ്റിയിരുന്നത്. എപ്പോൾ അദ്ദേഹത്തിന്റെ പല്ലുകൊഴിഞ്ഞ അവസ്ഥയിൽ അദ്ദേഹം KPCC പ്രസിഡന്റായി തുടരണമെന്ന് രമേശ് ചെന്നിത്തല പലകുറി വാദിച്ചു, സമുദായ നേതാക്കളെ കൊണ്ട് പറയിച്ചു നോക്കി. അതൊക്കെ ചെയ്തപ്പോൾ ചെന്നിത്തല അല്ലാതെ മറ്റൊരു നേതാവ് ആരുണ്ട് എന്ന തരത്തിലൊക്കെ കെ സുധാകരൻ മുന്നിട്ട് നിന്നെങ്കിലും അവസാനം MP-മാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നൊരു ആഗ്രഹത്തിന്റെ പേരിൽ ഇവർ തമ്മിൽ അകലുകയാണ് ചെയ്തത്. ചെന്നിത്തല സുധാകരനെ ഒരു തരത്തിലും ഒരു സമയത്തും പിന്തുണയ്ക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നില്ല. അത് കെ സുധാകരന് ചെന്നിത്തലയോടുള്ള ദേഷ്യത്തിന് കാരണമായി. അതുകൊണ്ടാണ് ചെന്നിത്തലയെ തഴഞ്ഞ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം FB പോസ്റ്റ് വരെ ഇട്ടത്, കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണം. ഇനി ഇവരിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്നൊക്കെ തീരുമാനിക്കേണ്ട കണക്കിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിന് മെയ് 4-ആണ്. ഇനി കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമം നടത്തിയ ചർച്ച, അഡ്വക്കേറ്റ് ജയശങ്കറും അതുപോലെ തന്നെ ആ മാധ്യമ സ്ഥാപനത്തിന്റെ മേധാവിയും കൂടിയിരുന്നാണ് ചർച്ച. ഏകദേശം 1.5 മണിക്കൂറോളം നീളുന്ന വലിയ ചർച്ചയിൽ 14 ജില്ലയിലെ 140 മണ്ഡലങ്ങളെക്കുറിച്ചും ഇഴകീറി, തലമുടിനാര് ഇഴകീറി പരിശോധിക്കുക എന്ന് പറയില്ലേ, അതുപോലെ ഇഴകീറി പരിശോധിച്ച് വരുമ്പോഴും ഇടതുമുന്നണിക്ക് 88 സീറ്റുകൾ ലഭിക്കുന്നുണ്ട്. അപ്പോൾ കണക്കെങ്ങനെ ആശാനെ എന്ന ചോദ്യത്തോടു കൂടിയാണ് അവർ ആ പരിപാടി തന്നെ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഇടതുമുന്നണിയെ നഖശിഖാന്തം എതിർക്കുന്നവർ കൂട്ടുന്ന കണക്കുകളിൽ പോലും UDF തരംഗം എന്നൊരു തരംഗമില്ല. ഞാനിത് പറയാൻ കാരണം ഇവിടെ UDF തരംഗമുണ്ടെന്നും UDF വമ്പൻ 110 സീറ്റോടുകൂടി വിജയിച്ച് ഇവിടെ അധികാരത്തിൽ വരുമെന്നും എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചിട്ടാണ് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി. ഈ ഫിലോസഫർമാരൊക്കെ പറയും, ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടിൽ തപ്പുക, അല്ലെങ്കിൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നൊക്കെ ഒരു ഇല്യൂഷനാണിത്. ആ ഇല്യൂഷന്റെ പുറത്തുള്ള വടംവലിയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഒരു വളരെ കുറച്ച് പേരോ അല്ലെങ്കിൽ വളരെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ആയിരിക്കും ഒരുപക്ഷെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷണം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, ഈ കാലയളവിൽ, അതായത് ഇലക്ഷന് മുമ്പ് പ്രതിപക്ഷമാണ് മുൾമുലയിൽ നിന്നത്, അല്ലാതെ ഭരണപക്ഷമല്ല. ഇലക്ഷന് ശേഷവും പ്രതിപക്ഷം ഉയർത്തുന്ന വാദഗതി എന്ന് പറഞ്ഞാൽ ആര് മുഖ്യമന്ത്രിയാകും, ആര് ഉപമുഖ്യമന്ത്രിയാകും, ലീഗിന് എത്ര സീറ്റ് കൊടുക്കും. കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നാൽ, പണ്ട് AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ മുസ്ലിം ലീഗിന്റെ വലിയ ബന്ധവസായ ഒരു സീറ്റ് വിട്ടുകൊടുത്തതുപോലെ ഇക്കുറി കൊണ്ടോട്ടി സീറ്റ് കെ സിക്ക് മത്സരിക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കും. ഈ തരത്തിലൊക്കെയുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത്. ഈ ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോഴും ഇവർക്ക് വേണ്ടി വാദിച്ചിരുന്ന ഓൺലൈൻ മാധ്യമങ്ങളും പല സർവേ നടത്തിയ ആളുകൾ കൂടി പ്രവചിച്ചു പറയുന്നു, ഒരു തരംഗവും ഉണ്ടായിരുന്നില്ല. അവസാനം കണക്ക് കൂട്ടി പറയുന്നു, തരംഗമൊന്നും ഉണ്ടായിരുന്നില്ല, ഇടതുമുന്നണിക്ക് ഭരണം കിട്ടാനാണ് സാധ്യത. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അധികാര കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലിയാണ് ഈ പ്രതിപക്ഷം നടത്തിയിരുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാണ് ഇവർ മുന്നോട്ട് പോയിരുന്നത് എന്ന യാഥാർത്ഥ്യമാണ് പുറത്തു വരുന്നത്. ഏതായാലും വി ഡി സതീശന് പാലും വെള്ളത്തിൽ, അല്ലെങ്കിൽ പാലിൽ തന്നെ പണി കിട്ടി, 8ന്റെ പണി കിട്ടി എന്ന് പറയാം, കെ സി വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹവുമായുള്ള രംഗപ്രവേശത്തോടെ.